ഒരു പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഓണസദ്യക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരട്ടെ. മെയിനായിട്ടും 2 ഐറ്റംസ് ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഒരു അടിപൊളി പൈനാപ്പിൾ പുളിശ്ശേരിയും പിന്നെ പൈനാപ്പിൾ പച്ചടി, ഈ മധുര പച്ചടി എന്നൊക്കെ പറയുന്ന സാധനമില്ലേ അത്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് രണ്ടും ഓണസദ്യയിൽ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഐറ്റംസ് ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടാലോ? ആദ്യം തന്നെ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കി കാണിച്ചു തരാവേ. പൈനാപ്പിൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പച്ചമുളക് ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവേ. ഈ നേരത്ത് ഒരു മിക്സിയുടെ ജാറിലേക്കില്ലേ നമുക്ക് കുറച്ച് പൈനാപ്പിൾ പീസസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത് ഈ പൈനാപ്പിളിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കഴിയുമ്പോഴേക്കും ഇല്ലേ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഇത് അരച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി തേങ്ങ അരച്ചൊരു മിക്സ് വേണ്ടേ? അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ വെന്തോ നോക്കാം. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കില്ലേ ആ തേങ്ങ അരച്ച മിക്സില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സമയത്ത് ഉപ്പ് വെള്ളം കുറവുണ്ടെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടുക. നന്നായി ഒന്ന് തിളച്ച് തുടങ്ങി കഴിയുമ്പോഴേക്കും ഇല്ലേ നമ്മൾ പൈനാപ്പിൾ നന്നായിട്ട് അരച്ച് വെച്ചിട്ടില്ലേ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അത് ഇതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും അത് തിളയ്ക്കാൻ അനുവദിക്കുക. നന്നായി തിളച്ച് വന്നു കഴിയുമ്പോൾ ഒന്ന് കുറുകാൻ തുടങ്ങും. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഒന്ന് ശർക്കരയുണ്ടല്ലോ ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും. നല്ല പുളിയും ഉപ്പും മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആവും. എന്നിട്ട് ഇത് കുറുകി ഈ ഒരു സ്റ്റേജ് ആയപ്പം നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന തൈരില്ലേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് വയ്ക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് മധുര പച്ചടി, അതായത് പൈനാപ്പിൾ പച്ചടി. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഏത്തപ്പഴം വേണം. അതും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഇല്ലേ ഇതിലേക്ക് ഒരുപാട് മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ട, കാരണം ഇതിന് ഒരു മഞ്ഞ കളറാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒത്തിരി മുളക് പൊടി ചേർത്താൽ ഇതിൻ്റെ കളർ മാറാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേകാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, കടുക് ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടില്ലേ നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇത് വെന്ത് വന്ന് കഴിയുമ്പോഴേക്കും ഇല്ലേ ഈ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് വീണ്ടും ഇത് നന്നായി തിളപ്പിക്കുക. ആ തേങ്ങയുടെ ആ പച്ച ചൊവയൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായി തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലും പൈനാപ്പിൾ അരച്ച് വെക്കുക. ആ അരച്ച് വെച്ച മിക്സ് പൈനാപ്പിൾ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക കേട്ടോ. ഇങ്ങനെ ചേർക്കുമ്പോൾ ആ പൈനാപ്പിളിൻ്റെ ഫ്ലേവറൊക്കെ നന്നായി ഇതിലേക്ക് വരും, ആ മധുരമൊക്കെ. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറുകിയത് ഈ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാവേ. തൈരും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. തൈര് ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. സംഭവം സെറ്റാണ്. ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരി ഇതിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് കേട്ടോ. മുന്തിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കടുക് താളിച്ച് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 2 ഐറ്റംസും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിത് പിള്ളേർ ഓണത്തിനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇമക്കുട്ടി ഉള്ളതുകൊണ്ട് ഇമക്കുട്ടിക്ക് നമ്മൾ പിള്ളേരോണത്തിന് സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഇമക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് മാത്രം ഉണ്ടാക്കി നല്ലതായിട്ട് അവളെ ഒരുക്കി ഓണസദ്യയൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇമക്കുട്ടിക്ക് ഇഷ്ടമുള്ള പോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നല്ലൊരു ഓണസദ്യ ആയിരുന്നു കേട്ടോ. പിന്നെ ആ മധുരപ്പച്ചടിയില്ലേ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.